വിജയുടെ നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ ഓഷൻ ഇന്ത്യൻ ഓഷനിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ വൻ ശക്തികളുടെയൊക്കെ ഒരു അഭിലാഷം എന്ന് പറയുന്നത്. ചൈന ആയാലും ശരി തന്നെയാണ്. നമ്മുടെ കടലിലേക്ക് കടന്നു വരാനും അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ചൈന എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അമേരിക്കയും സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് വരണം എന്ന് അമേരിക്കയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇത്ര വലിയ കലാപം ഉണ്ടായത്. സെയിന്റ് മാർട്ടിൻ ദ്വീപ് അവർക്ക് വേണമെന്ന് പറഞ്ഞത്. സെയിന്റ് മാർട്ടിൻ ദ്വീപ് അവർ സമ്പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ചൈനയും ഇന്ത്യയും ഒരുപാട് ടാർഗറ്റ് ചെയ്യാൻ അവർ പരിശ്രമിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അങ്ങനെ പല രാജ്യങ്ങളും ഇന്ത്യൻ ഓഷനെ വളരെ അവരുടെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആ ഒരു ജോഗ്രഫിക്കൽ സവിശേഷത കൂടെയാണ്. കാരണം ആ ഓഷനിൽ ഒരു ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ ലോകത്ത് ഏകദേശം ഒരു കടല് പിടിച്ചടക്കുന്നത് പോലെയാണ് എന്നാണ് ഡിഫൻസ് സ്ട്രാറ്റജിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഓഷൻ പിടിച്ചെടുക്കാൻ ചൈന ഇറക്കിയ ഒരു തന്ത്രമായിരുന്നു ഹമ്പൻ തോട്ട തുറമുഖം പിടിച്ചെടുക്കുക എന്നുള്ളത്. അങ്ങനെ ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം ചൈനയുടെ കയ്യിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര സർക്കാർ UPA സർക്കാരിന്റെ കാലത്ത് ഒന്നും നടന്നിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വമ്പൻ വികസനങ്ങൾ വരുന്നത് ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ്. തുറമുഖങ്ങൾ, ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പെനിൻസുലർ റീജിയനാണ്, ഒരു ട്രയാങ്കിൾ പോലെ കടലിലേക്ക് ഇറങ്ങി കിടക്കുകയാണ്. അപ്പൊ സാഗർമാല പദ്ധതി വന്നു, ഭാരത്മാല പദ്ധതി വന്നു. സാഗർമാല പദ്ധതി എന്ന് പറയുന്നത് ഈ തുറമുഖങ്ങളിൽ നിന്ന് കൊണ്ടുപോകാനുള്ള വരുന്ന കണ്ടെയ്നറുകൾ നമ്മുടെ നഗരങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കണക്ഷൻ റോഡുകളാണ്. അതായത് ഇങ്ങനെ കിടക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് ഈ തുറമുഖങ്ങളിൽ നിന്ന് ഇറക്കാനുള്ള പദ്ധതിയാണ്. ഭാരത്മാല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന മലയോരങ്ങളിലേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പദ്ധതിയാണ്. അപ്പോൾ ഒരു ബെൽറ്റ് ഓഫ് റോഡ്സ് വന്നു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള വികസനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ സർക്കാർ ലക്ഷദ്വീപിലേക്ക് വികസനം നടത്താൻ, സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പോയി. പ്രഫുൽ ഖോഡ പട്ടേലിനെ അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പറഞ്ഞയക്കുന്നു. വലിയ പ്രതിഷേധം. നരേന്ദ്രമോദി സർക്കാരിന്റെ ഗൂഢ അജണ്ടയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള പല ആൾക്കാരും രംഗത്തെത്തി. മറ്റേ ഈ ദാരു മിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാവി ഉണ്ടല്ലോ, ഈ തെങ്ങിന് മറ്റേ എന്താ പറയുക, തെങ്ങിന് കേട് വരാതിരിക്കാൻ അടിക്കുന്ന ചുവന്ന മണ്ണ്, അതൊക്കെ അടിച്ചപ്പോ ഇത് കാവ്യവൽക്കരണമാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തി. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല അവിടെ നടന്നത് പ്യുവർ ആയിട്ടുള്ള നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സൈനിക താവളങ്ങൾ ആ ലക്ഷദ്വീപ് കേന്ദ്രീകൃതമായി പടുത്തുയർത്തുക എന്നുള്ളതാണ്. കാരണം ലക്ഷദ്വീപിൽ ലക്ഷദ്വീപങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ദ്വീപാണ്. മാലിദ്വീപ്സ് ഒക്കെ പോലെ ഗ്രൂപ്പ് ഓഫ് ദ്വീപ് സമൂഹമാണ്. ചില ദ്വീപിലൊന്നും അവിടെ ആൾക്കാർ താമസം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ നാവികസേനയെ കൊണ്ടുവരിക, അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള നാവിക ബേസുകൾ ഉണ്ടാക്കുക എന്നിങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ഇന്ത്യക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട. നമുക്ക് ഇപ്പുറത്തെ ആൻഡമാൻ നിക്കോബാറിൽ നാവിക ബേസ് ഉണ്ട്, നമുക്ക് ഇവിടെ ലക്ഷദ്വീപിലുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. അതൊക്കെ കെട്ടണേ. അറിയാലോ, പ്രതിഷേധം നരേന്ദ്രമോദി സർക്കാരിനത് എന്ത് പ്രതിഷേധം വന്നാലും അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാകും എന്നുള്ളതാണ്. ഇപ്പൊ ഓഷോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഓഷോയുടെ ചോദ്യം ചോദിക്കുന്നവൻ ഓഷോയുടെ മറുപടി കേട്ട് കഴിഞ്ഞാൽ ഈ ചോദ്യം എന്തിനായിരുന്നു ഞാൻ ചോദിച്ചത് എന്നുള്ള ലെവലിലേക്ക് പുള്ളി കൊണ്ടെത്തിക്കും. അതുപോലെയാണ് മോദിക്കെതിരെ വരുന്ന പ്രതിഷേധങ്ങൾ. ഈ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തിനായിരുന്നു ഈ പ്രതിഷേധം എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ പോയി നിൽക്കും. അപ്പൊ അതുപോലെയായി. അപ്പൊ അതിനുശേഷം ഇപ്പൊ വീണ്ടും ലക്ഷദ്വീപിൽ ചില പ്രവർത്തനങ്ങൾ മോദി സർക്കാർ തുടങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഇപ്പോൾ കലുഷിതമായിട്ട് വരികയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ. പാകിസ്ഥാൻ പ്രശ്നമാണ്, ബംഗ്ലാദേശ് പ്രശ്നമാണ്, ഇപ്പൊ തായ്വാനിൽ വലിയ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നു. അതിന്റെ ഇടയിൽ ചൈന ഇങ്ങോട്ടേക്കുള്ള അധിനിവേശത്തിന് ശ്രമിക്കുന്നു, അപ്പുറത്തുനിന്ന് അമേരിക്ക ശ്രമിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിയാൻ പോകണം. അപ്പോഴാണ് ഈ ബംഗ്ലാദേശിൽ പുതിയ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്താണ് അവിടെ നടക്കുന്നത്, എന്തിനാണ് ഇത് നടത്തുന്നത്? ബംഗ്ലാദേശ് അല്ല, ലക്ഷദ്വീപില്. ലക്ഷദ്വീപില് സോറി. അപ്പോ ഇതിപ്പോ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു വിവാദം എന്ന് പറഞ്ഞാൽ ഇത് പല ആംഗിളുള്ള ഒരു വിവാദമാണ്. ഈ ലക്ഷദ്വീപ് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ടാണ് ഈ വിവാദങ്ങളിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ലക്ഷദ്വീപിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അടക്കമുള്ളതുണ്ട്. നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള അനവധി ദ്വീപുകൾ സമൂഹങ്ങളും ഉണ്ട് നമ്മുടെ രാജ്യത്തിന്. ആ ദ്വീപുകളിലൊക്കെ അനവധി പരിഷ്കാരങ്ങളും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകാത്തൊരു വിവാദം എന്തുകൊണ്ട് ലക്ഷദ്വീപിൽ മാത്രം ഉയരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അവിടെ താമസക്കാരായിട്ടുള്ള ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും, ഏതാണ്ട് 98% മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അപ്പൊ അത് രാഷ്ട്രീയക്കാര് ഒരു വോട്ട് ബാങ്കായി കാണുന്നു, ഇല്ലെങ്കിൽ അതിനെ വെച്ചിട്ട് ഒരു ചീപ്പ് പൊളിറ്റിക്സ് കളിക്കുന്നു എന്നാണ് ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ അല്ലായിരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദ്വീപ് സമൂഹത്തിൽ താമസിക്കുന്നവർക്ക് അവിടെയും ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ ഹിന്ദു സമൂഹം ഉണ്ടായിരുന്നൊരു ദ്വീപാണ് ലക്ഷദ്വീപ്. അവരുടെ സംഖ്യ ഇപ്പോൾ വളരെ കുറവാണ്, വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ.
ഉം, ഇത് ഉം, ഈ ഉം. ലക്ഷദ്വീപ് കുറച്ചുകൂടെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ സേവ് ലക്ഷദ്വീപ് ഫോറം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പ്രമുഖ നടന്മാരും നടിമാരും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു ഉം. ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നു. അതിനുശേഷം ഈ പ്രതിഷേധത്തിന്റെ അലയലുകൾ നമ്മൾ കണ്ടത് മാൽദ്വീപ്സിലായിരുന്നു. ഉം. മാൽദ്വീപിന് അത് ദോഷകരമായി ബാധിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും സംശയം ഉണ്ടായി കാണും, മാൽദ്വീപ്സിന് വേണ്ടിയിട്ടായിരുന്നു ഈ പ്രക്ഷോഭം എന്ന്. അന്നത് പറഞ്ഞു യെസ്. കേട്ടത് ഈ ടൂറിസം ലക്ഷദ്വീപിൽ വളർന്നാൽ മാൽദ്വീപ്സിനെ അത് ദോഷകരമായി ബാധിക്കും, ഏറെക്കുറെ അത് ശരിയുമായിരുന്നു. ഉം. അതായത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും നിർണായകമായ ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് ദ്വീപ് സമൂഹം. 36 ഉം, ഉം. ദ്വീപ് സമൂഹങ്ങളുടെ ഒരു കൂട്ടമാണ്, അതിൽ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇവിടെ നമ്മൾ ഉം. ശ്രീലങ്ക, പാകിസ്ഥാൻ, മാൽദ്വീപ്സ്, ഇത് കൂടാതെ ഏത് നിമിഷവും റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചൈനയുടെ അന്തർവാഹിനി അടക്കമുള്ള ഷിപ്പുകൾ, ഇതിന്റെ എല്ലാം ഉം. ഒരു 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 കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരു നമ്മുടെ ഒരു ഭാഗമാണ് ഈ ലക്ഷദ്വീപ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മൾ മുമ്പ് യെസ്. അറിഞ്ഞിട്ടുള്ള വാർത്തകളിൽ, മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാന് ഈ ലക്ഷദ്വീപ് പിടിച്ചെടുക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നൊരു വാർത്തയുമുണ്ട്. ആ ഒരു വാർത്തകളൊക്കെ ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഉം. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി ഇതിൽ നിൽക്കുന്നു. അപ്പൊ എല്ലാം കൊണ്ടും ഉം. നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഒരു ഭാഗം തന്നെയാണ് ഇത്. ഇവിടെ ഉം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി വന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി വന്നപ്പോൾ നമ്മളുടെ വ്യവസായത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ സേനയ്ക്ക് ഉം. അതൊരു വലിയൊരു കരുത്ത് പറഞ്ഞു. ഇന്നും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ഭാഗം ഇന്ത്യൻ സേനയ്ക്കുള്ളതാണ്. അവിടെ നമ്മൾ ആരെയും കയറ്റിയിട്ടൊന്നുമില്ല, അതിന്റെ പണി നടക്കുമ്പോഴായാലും അതല്ലാതെ ഒന്നും ആരെയും അവിടെ കയറ്റിയിട്ടൊന്നുമില്ല. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടി ശക്തരായി. അതുവരെ നമ്മളുടെ ഈ സൈന്യത്തിന്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. നമുക്കറിയാം, ഈ വാങ്യു 5 എന്ന് പറഞ്ഞിട്ടൊരു ചാരക്കപ്പൽ ചൈനയുടേത് ഹമ്പൻതോട്ട അതെ. തുറമുഖത്തിന്റെ അവിടെ വന്ന് ഡക്ക് ചെയ്തതും, ആ ഷിപ്പ് ഇന്ത്യയുടെ എല്ലാ രഹസ്യങ്ങളും ചോർത്തുമെന്ന് നമ്മുടെ മാധ്യമങ്ങൾ എഴുതിയതുമൊക്കെ, പക്ഷെ അതിനെ പൊളിച്ചെടുക്കിയത് കൊച്ചി കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മൾ നടത്തിയ ഒരു വലിയ നീക്കമാണെന്ന് പിന്നീട് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ കൊച്ചിക്ക് പുറമെ യെസ്. വിഴിഞ്ഞത്ത് കൂടി നമ്മൾ ഒരു വലിയ ഒരു എന്താണ് ഒരു സേനാ താവളം നമ്മൾ തുറന്നു കഴിഞ്ഞു. അതായത് ഉം. ഈ നമ്മളുടെ ഈ മോദി സർക്കാരിന്റെ ഒരു പീരീഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സേനയെ നവീകരിച്ച ഒരു ഭരണകാലഘട്ടമായിരുന്നു മോഡി 1, മോഡി 2, ഇപ്പോഴത്തെ മോഡി 3 എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതിൽ അദ്ദേഹം ഇല്ല. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇന്ത്യൻ നേവിക്ക് തന്നെ ആയിരുന്നു. രണ്ടാം സ്ഥാനം ഇന്ത്യൻ എയർഫോഴ്സിനാണ്. കാരണം ഇന്ത്യൻ കരസേനയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും വലിയ കുഴപ്പങ്ങളില്ല. അവരുടെ പഴയ വാഹനങ്ങളെല്ലാം മാറ്റി കൊടുത്തു, 15,000-ഓളം പുതിയ വാഹനങ്ങൾ കൊടുത്തു, അവരുടെ ജാക്കറ്റ് കൊടുത്തു, അങ്ങനെയൊക്കെ പോകുമ്പോൾ. പക്ഷെ നമുക്കിനി ഒരുപാട് മുന്നേറേണ്ടതും നവീകരിക്കേണ്ടതുമായ രണ്ട് സേനകൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയുമാണ് തിരിച്ചത്. കാരണം നമുക്ക് അങ്ങനെ ഉം. ഉം. വാർഷിപ്പുകളോ ഉം. അന്തർവാഹിനികളോ ഒക്കെ കുറവായിരുന്നിടത്തു നിന്ന് അതിന്റെ എണ്ണം കൂട്ടുവാനും അതിന് ഉള്ള സ്ട്രെങ്ത് കൂട്ടുവാനുമായിരുന്നു നമ്മുടെ ആദ്യത്തെ ശ്രമം. അതിൽ നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യം ആധുനിക അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും ഒക്കെ മറ്റും ഇറക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറുകയും നാവികസേന വലിയ കരുത്തിലേക്ക് വളരുകയും ചെയ്തു. നമുക്കറിയാം, ഇന്ത്യൻ ഉം. വ്യോമസേന ഇന്ന് ലോകത്തിലെ 4ാമത്തെ ശക്തിയായി മാറുകയും ചെയ്തു. അപ്പോൾ യെസ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, അതായത് രണ്ട് ശക്തികൾ, അതായത് നമുക്ക് കുറച്ച് പിന്നോക്കം നിന്നിരുന്ന നമ്മുടെ രണ്ട് സേനകളുടെയും ആധുനികവൽക്കരിച്ചുകൊണ്ട് കൂടുതൽ സ്ട്രോങ്ങിലേക്ക് നമ്മൾ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെ വേണം ഈ കടലിനെ, കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗവും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മൾ. അതായത് ഉം. ഗുജറാത്തിന്റെ കച്ചുതീരം തൊട്ട് ഇങ്ങനെ കറങ്ങി നമ്മുടെ കന്യാകുമാരി തൊട്ട് ഒഡീഷ വരെ ഇങ്ങനെ കയറി ബംഗ്ലാദേശിന്റെ ആ ഒരു ബോർഡറിൽ അവിടെ വരെ നിൽക്കുന്ന ഒരു വലിയ നീളത്തിൽ കിടക്കുന്ന ഒരു സമുദ്രമുണ്ട്. അത് മാത്രവുമല്ല, ഈ ബംഗ്ലാദേശിന്റെ അവിടെ നിന്ന് വന്ന് ചിക്കൻ നെക്കിന്റെ ആ ഭാഗത്ത് വരുമ്പോൾ അവിടെയും കുറെ സമുദ്രങ്ങൾ ത്തിന്റെ ഇതുണ്ട്. അപ്പം എല്ലാ തരത്തിലും നോക്കുകയാണ് ഈ ഒരു സമുദ്രം എന്ന് പറയുന്നത്. ഇപ്പൊ കോട്സഖ്യത്തിനായാലും ചൈനയ്ക്കായാലും അമേരിക്കയ്ക്കായാലും പാകിസ്ഥാനായാലും ഒക്കെ നിർണായകം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ യുദ്ധത്തിന്റെ ഒരു പ്രധാന മുഖമായിട്ട് നാവികസേനയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട്, നമ്മുടെ ഇന്ത്യൻ ഉം. നേവിക്ക്. കാരണം ഉം. ഇത്രയും വലിയ അതിർത്തിയാണ് നമുക്കുള്ളത്. നമ്മുടെ മറ്റേ കര അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, നമ്മുടെ കര അതിർത്തി എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിന്റെ ഒരു ശക്തിപ്പെടുത്തലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ലക്ഷദ്വീപില് പുതിയ വിമാനത്താവളം. ഇപ്പൊ നിലവിൽ അഗതി മാത്രമാണ് ഒരു വിമാനത്താവളം ഉള്ളത്. അത് ഉം. അതിന് പകരം എയർ സ്ട്രിപ്പുകൾ, കാരണം വലിയ വിമാനത്താവളങ്ങളൊന്നും ലക്ഷദ്വീപിൽ കൊണ്ടുവരാൻ കഴിയില്ല, അതിന് പകരം എയർ സ്ട്രിപ്പുകൾ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം. അതിനോട് അനുബന്ധിച്ച് തന്നെ അവിടുത്തെ ദ്വീപ് നിവാസികൾക്ക് ടൂറിസം മേഖലയിൽ കൂടെ അവർക്ക് കുറച്ചുകൂടെ പൈസ കിട്ടത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി തുറന്ന് കൊടുക്കത്തക്ക രീതിയിൽ ടൂറിസം പ്രൊമോഷനും ഒക്കെ പദ്ധതി ഇട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പുതിയ അഡ്മിനിസ്ട്രേറ്ററെ അവിടെ നിയമിച്ചത്. ഉം. നമുക്കറിയാം, അവിടെ
ആദ്യം ഉയർന്നു വന്ന ഒരു വിവാദം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ വിവാദം. അപ്പോൾ അത്രത്തോളം നമ്മുടെ ഒരുപാട് രാഷ്ട്രപിതാവിന്റെ പ്രതിമ കോൺസ്പിറസീസ് ഈ സ്ഥാപിക്കാൻ ലക്ഷദ്വീപിനെ സംബന്ധിച്ച് പോകുന്നുണ്ട്. ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കുന്നില്ല, പട്ടിയെ ലക്ഷദ്വീപിനകത്ത് കേട്ടില്ല. പക്ഷെ അതൊക്കെ ന്യായീകരിക്കുന്നുണ്ട് അവർ. എന്താണെന്ന് എനിക്ക് അതിനെപ്പറ്റി സത്യാവസ്ഥയൊന്നും അറിയില്ല. പക്ഷെ ഇതൊക്കെ ഒരു കോൺട്രവേഴ്സീസ് ആണ് അവിടെ ഉള്ളത്. അതൊക്കെ കൂടെ വന്നു കഴിയുമ്പോഴത്തേനും സംഭവിക്കുന്നതെന്ന് വെച്ചാല്, സ്വാഭാവികമായി ലക്ഷദ്വീപ് ഈ രാജ്യത്തുള്ളതല്ലെന്നും ഒരു പ്രത്യേക രാജ്യത്ത് പ്രത്യേക മതവിഭാഗത്തിന് മാത്രമുള്ള ഒരു സ്ഥലമാണ് എന്നും വരുത്തി തീർക്കാൻ ഒരു ശ്രമമാണ്. അവിടെ ഞങ്ങൾ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല, പ്രതിമ ആരാധന ഞങ്ങൾക്കില്ല. ഗാന്ധിജിയുടെ പ്രതിമ ഇല്ലാത്തൊരു സ്ഥലവും ഇന്ത്യയിലെങ്ങും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷെ ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാനും BJPയുടെ നരേന്ദ്രമോദി വരേണ്ടി വന്നു എന്നുള്ളത് വേറൊരു വിരോധാഭാസമാണ്. ഏതായാലും ഈ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. കാരണം കോൺഗ്രസ്സുകാർ നാളെ ഇതുവരെ ഭരിച്ചിട്ടത് സാധിച്ചില്ല. പകരം കോൺഗ്രസ്സുകാർ തന്നെ ഗാന്ധി വധത്തിന് പിന്നിലുള്ളവർ എന്ന് ആക്ഷേപിക്കുന്നവർ തന്നെ ആ ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാൻ വന്നു എന്നുള്ളത് മറ്റൊരു വലിയ തമാശയാണ്. പക്ഷെ ഏതായാലും അവിടെ ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചു. നരേഷ് നേരത്തെ സൂചിപ്പിച്ചത് കണക്ക് ഈ മണ്ണ്, കാവി കളറുള്ള മണ്ണല്ല, അത് ചെമ്മണ്ണാണ്. അത് ഒരു പ്രത്യേകതരം മണ്ണാണ്. അത് കീടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തേക്കുന്നതാണ്. പക്ഷെ സത്യത്തില് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കാവി അടിച്ച തെങ്ങ് പോലെ തോന്നും. ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയണമെങ്കിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരക്കാൻ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടും വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്ന കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി അറിവുകൾ. അപ്പൊ പിന്നെ ആരെങ്കിലും ഒരുത്തിന് എഴുതി വിടും, ദേ കാവി പെയിന്റ് അടിച്ചിട്ടുണ്ട്, പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ടുണ്ട്. ഇത് പെയിന്റ് ആണോ മണ്ണാണോ, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. വലിയ രസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലക്ഷദ്വീപിലുള്ള ഒരാൾ പോലും ഇത് പറയുന്നില്ല എന്നുള്ളതാണ്. ഈ പറയുന്നത് മുഴുവൻ കൊച്ചിയിലും കോഴിക്കോടും കിടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരും SDPIക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരാണ്. അവരെ പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരും കുറെ സിനിമാ താരങ്ങളും കുറെ സെലിബ്രിറ്റികളും രംഗത്തെത്തുന്നു. ഇതാണ് കാണുന്നത്. ഇപ്പോഴത്തെ പുതിയ വിവാദം എന്ന് പറഞ്ഞാൽ ബത്ര ദ്വീപുമായി ബന്ധപ്പെട്ടൊരു വിവാദമാണ്. ഈ ബത്ര ദ്വീപ് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ ഒരു സ്ഥാനത്ത് കിടക്കുന്ന ദ്വീപാണ്. ഇവിടെ ഇപ്പോൾ BSF നേവിയും എല്ലാം ചേർന്നിട്ട് ഒരു സർവൈലൻസ് റഡാർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. അതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം. ഒരു റഡാർ. കാരണം അവിടുത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ 109 ഫാമിലികൾ ആണ് താമസിക്കുന്നത്. 300-ൽ താഴെ ജനം മാത്രമേ ഉള്ളൂ. ഈ ദ്വീപിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇവിടെ ഒരു ഒരാൾക്കും സ്ഥിരമായി താമസിക്കാൻ അനുയോജ്യമായ ഒരു ദ്വീപല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷിക്കോ മറ്റൊന്നിനോ ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭൂമിയുമല്ല. വളരെ 0.1 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ദ്വീപാണ് ഇവിടെ. ആകെ താമസിക്കുന്ന ഇത്രയും പേരാണ്. അപ്പൊ ഇവിടെ ഒരു റഡാറാണ് സ്ഥാപിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത് നിർണായകമായ പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ലക്ഷദ്വീപിന് ചുറ്റും ലക്ഷദ്വീപിലുമൊക്കെ ഇതിനെ ഈ നിരീക്ഷണത്തിന്റെ ആ ഒരു വലയ്ക്കുള്ളിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. കാരണം ഇവിടെ ഈ ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ബോട്ട് വഴി മയക്കുമരുന്ന് കള്ളക്കടത്ത് അനവധി പിടിച്ചതാണ്. 2021 1000 കോടിയുടെ ഹെറോയിൻ പിടിച്ചു. പാകിസ്ഥാൻ ബോട്ടായിരുന്നത്. 1000 കോടി രൂപയുടെ ഹെറോയിൻ. 2023 ആയപ്പോഴേക്കും 250 കിലോയുടെ ഹെറോയിൻ പിടിച്ചു. അത് പിടികൂടിയത് ശ്രീലങ്കൻ ബോട്ടായിരുന്നു. ആ ശ്രീലങ്കയുടെ 3 തൊഴിലാളികളും ശ്രീലങ്കക്കാരായ 3 പേരും 2 പേര് പാകിസ്ഥാനികളുമായിരുന്നു. അന്ന് പുറത്തു വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ LTT പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ഈ ശ്രീലങ്കയിൽ നിന്നുള്ള ആ LTT ഗ്രൂപ്പുകൾ വീണ്ടും ശ്രമിക്കുന്നു. അവർക്ക് അപ്പൊ അതിന് പണസമ്പാദനത്തിന് വേണ്ടിയിട്ടാണ് ഇതെന്ന്. നമുക്കറിയാം പാകിസ്ഥാനായാലും ഇറാനായാലും ഒക്കെ ഈ മയക്കുമരുന്ന് മാഫിയകളുടെ വലിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘങ്ങളുടെ ഒരു ഇടത്താവളം പോലെയാണ് അവർ ലക്ഷദ്വീപിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ഇത്തരം റെയ്ഡുകളിൽ നിന്നും പിടിച്ചെടുക്കലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് അവിടെ BSFന്റെയും CISFന്റെയും ഒക്കെ ഒരു ചെറിയ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. നേരത്തെ അവിടെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തുകയും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു താൽക്കാലിക ചെറിയ താവളം കൂടി അവിടെ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപിക്കുകയും ചെയ്തു. കാരണം അത് നമ്മളെ സംബന്ധിച്ച് നിർണായകമായ ഒരു പ്രദേശമായതുകൊണ്ടും കാരണം ഇത് കടൽ മാർഗം മറ്റു രാജ്യങ്ങളുടെ ബോട്ടുകൾക്കും മറ്റും അവിടെ എത്തുന്നത്. കാരണം ഇപ്പൊ ഈ മയക്കുമരുന്നാണ് എത്തിയത്. നാളെ അവിടെ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് ഇറക്കിക്കൂടാകുകയില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. മുമ്പേ ഭീകരാക്രമണത്തിന്റെ ആളുകൾ ബോട്ട് വഴിയാണ് കടൽ കടന്നാണ് എത്തിയതെന്നുള്ള അത് ഇപ്പോഴും നിലനിൽക്കുന്നിടത്താണ് ഇത്രയും നിർണായകമായ ഒരു ദ്വീപിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ബത്ര ദ്വീപിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ ബത്ര ദ്വീപ് ഒരു പുണ്യസ്ഥലമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പുണ്യസ്ഥലം എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ പുണ്യസ്ഥലമാണ്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. കർണാടകത്തിൽ നിന്നും മറ്റുമൊക്കെ അവിടെ ആളുകൾ പോയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും അങ്ങനെ ആണോ അല്ലയോ എന്നറിയില്ല. പക്ഷെ ഇപ്പൊ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പുണ്യസ്ഥലമാണെന്നല്ല പറയുന്നത്. ഇത് ഞങ്ങൾ ജനിച്ച മണ്ണാണ്, ഇവിടെ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരാളെയും അവിടെ കുടിയൊഴിപ്പിക്കുന്ന ഒരു പരിപാടി ഏതായാലും, കാരണം കേന്ദ്ര സർക്കാർ കൂടി അനുവദിച്ചിട്ടാണല്ലോ അവിടെ അത്രയും പേര് താമസിക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ പട്ടയം കൊണ്ട് താമസിക്കാൻ അനുവദിക്കത്തില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി തന്നെ അവരെ അവിടെ നിന്ന്
അവർക്ക് അനുചിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടായിരിക്കും ഇങ്ങനെ. കാരണം ഇപ്പോൾ അവിടെ ഇന്ത്യൻ സേനയുടെ താവളം ഒരുക്കുകയല്ല, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവിടെ ഒരു റഡാർ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നാണ്. എന്ത് തന്നെ ആയാലും രാജ്യസുരക്ഷയെ സംബന്ധിച്ച് അത് വളരെ നിർണായകമായതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത്. അല്ലാതെ ഇപ്പൊ ഈ 109 പേരെ അവിടുന്ന് കുടിയൊഴിപ്പിച്ചിട്ട് കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് നേട്ടമൊന്നും തന്നെ ഇല്ല. കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിൽ നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സംസ്ഥാന ദേശീയ പാതയ്ക്ക് വേണ്ടി സ്ഥലമെടുത്തപ്പോൾ അനവധി പേർക്ക് ഒഴിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു. അന്നും വലിയ ഇതൊരു പക്ഷേ ഇപ്പോൾ ഈ പിണറായി സർക്കാരിന്റെ കാലത്തല്ല, നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വരേണ്ട ഒരു ദേശീയ പാതയാണിത്. ഉമ്മൻചാണ്ടി സർക്കാർ വോട്ട് ബാങ്ക് പ്രകടനത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രക്ഷോഭങ്ങളെ കണ്ട് ഭയന്നിട്ടാണ് ആ ഹൈവേക്ക് പെർമിഷൻ കൊടുക്കാതിരുന്നത്. പിന്നെ പിണറായി സർക്കാർ വന്നപ്പോൾ ആ ഹൈവേക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഗെയിൽ പദ്ധതി വന്നപ്പോൾ ഗെയിൽ പദ്ധതിക്കെതിരെ ഈ സോളിഡാരിറ്റിയുടെ അടക്കം ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനകളും പോപ്പുലർ ഫ്രണ്ട് അടക്കം വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. അതായത് വലിയ കലാപങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടത് വന്നു. അപ്പൊ എന്ന് പറഞ്ഞത് കണക്ക് തന്നെ വികസനം അനിവാര്യമായ ഒരു ഘടകമാണ്. ആ വികസനത്തിനെ എതിർക്കുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാകരുത് എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല ഇവിടെ, ഞങ്ങൾക്ക് പ്രതിമ ആരാധിക്കണമെന്ന് ആരും പറഞ്ഞില്ല. ഗാന്ധി രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണ്. എവിടെയും ആ പ്രതിമ സ്ഥാപിക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. ഇന്ത്യൻ പൗരനെന്ന നിലയിൽ അതിനെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയുകയുമില്ല. രണ്ടാമത്തെ കാര്യം, ആ ദ്വീപിന്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ടൂറിസം സാധ്യതകൾ വെച്ചുകൊണ്ടാണ്. നമ്മൾ അങ്ങനെയാണല്ലോ എല്ലാ സംസ്ഥാനത്തും എല്ലാ നാട്ടിലും ആ നാടിന്റെ വികസനത്തിന് എന്തൊക്കെയാണോ സാധ്യതകൾ അതാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ സാധ്യതകൾ കിടക്കുന്നത് IT-യിലും ടൂറിസത്തിലുമാണ്. അതുകൊണ്ട് ടൂറിസം സാധ്യതകളെയാണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ നാടിനും ഗുണം വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ ആരും വരണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു നിലപാടിലേക്കാണ് അവിടെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ പിന്നിൽ അന്നത്തെ സമയത്ത് SDPI അടക്കമുള്ള സംഘടനകൾ ഉണ്ടായിരുന്നു. അന്ന് പറയുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള SDPIക്കാർ അവിടെ പോയിട്ട് അവരാണ് ഇത് കുത്തിയിളക്കിയതെന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകളും ആ സമയങ്ങളിൽ വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും ഒരു ഇടക്കാലത്തിന് ശേഷം സേവ് ലക്ഷദ്വീപ് ഫോറം എന്നുള്ളതിന്റെ ആ ക്യാമ്പയിൻ ഇല്ലെങ്കിൽ ആ ഒരു പ്രക്ഷോഭം വീണ്ടും തുടങ്ങാൻ അണിയറയിൽ നീക്കം തുടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. ഒപ്പം തന്നെ അതിനെ ഇട്ടിരിക്കുന്ന സേവ് ബത്ര എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തുടങ്ങുന്നത്. ഈ സ്വർഗ്ഗഭൂമി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും അവിടെ ചെറിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതൊരു സമരമായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ സമരം അധിക ദിവസം ഈ സേവ് ലക്ഷദ്വീപ് ഫോറം പോലെ പിടിച്ചു നിൽക്കാൻ സാധ്യതയേ ഇല്ല. കാരണം സേവ് ലക്ഷദ്വീപ് ഫോറം വരുമ്പോൾ ജനങ്ങൾക്ക് ഈ ലക്ഷദ്വീപിനെ കുറിച്ച് വലിയ ബോധ്യമുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ലക്ഷദ്വീപ് എന്താണെന്ന് മനസ്സിലാകുന്നതും അവിടേക്ക് ഒരുപാട് പേര് എത്തപ്പെടുന്നതും ടൂറിസ്റ്റുകൾ എത്തപ്പെടുന്നതും. അതിന്റെ പിക്ചർ തന്നെ മാറി. ലക്ഷദ്വീപിന്റെ പിക്ചർ മാറിയപ്പോഴാണ് മാൽദ്വീപ്സ് ഒന്ന് ഒതുങ്ങിപ്പോയത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ ലക്ഷദ്വീപ് ഇന്ന് ഇന്ത്യക്ക് സുപരിചിതമായ ഒരു ഇടമാണ്. അവിടെ എന്താണെന്നുള്ള സുപരിചിതമായ ഇടമാണ്. ഇന്ത്യക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ജനമാണെന്നും ആ ജനത്തിനല്ല പ്രശ്നമെന്നും ജനത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയക്കാർക്കും ചില മതമൗലികവാദ സംഘടനകൾക്കുമാണ് ഇതിന്റെ പിന്നിൽ എന്താണ് പറയുന്നത് ക്രിമികടി എന്നും ഉള്ള കാര്യം ഇന്ത്യൻ ജനത എനിക്ക് മനസ്സിലായ കാര്യം. അതുകൊണ്ട് ഈ സേവ് ബത്ര നിൽക്കാനുള്ള സാധ്യതയില്ല. ചിലപ്പോ ഏറിപ്പോയാൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനും പിന്നെ പ്രകടനവും കുറെ അഭ്യാസങ്ങൾ എന്നുള്ള അതിനപ്പുറത്തേക്ക് ഇത് എങ്ങും ഏച്ചില്ല. കാരണം ഇതിനേക്കാൾ വലിയ സ്ട്രൈക്ക് ആയിരുന്നു ഇതിനു മുമ്പ് ഈ ഗാന്ധി പ്രതിമയുടെ കേസിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അവിടുത്തെ ഇതിന്റെ ഇടയ്ക്ക് അവിടെ പിന്നെ ഒരു വിവാദം വന്നിരുന്നു. ഞാനിപ്പോൾ അതൊക്കെ ഓർക്കുകയാണ്. പഴയ നമ്മളെ ഒരുപാട് വാർത്ത ചെയ്തിരുന്നതാണല്ലോ. അന്ന് അവിടെ ഈ കുട്ടികൾക്ക് നോൺ വെജ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നോൺ വെജ് അപ്പൊ ഇന്ത്യയില് അവിടെ ലക്ഷദ്വീപിലെ കുട്ടികൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ കുട്ടികൾക്കെല്ലാം സ്കൂൾ കുട്ടികൾക്കെല്ലാം ഈ നോൺ വെജ് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാർ. അപ്പം അത് നോൺ വെജ് നീക്കം ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളടക്കം വാർത്ത ചെയ്തിരുന്നത് ലക്ഷദ്വീപിൽ ബീഫ് നിരോധിച്ച് കേന്ദ്രം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിട കേന്ദ്രത്തിന് അത് എങ്ങനെ ഇത് സംഭവം, ഇതെന്താ പിടുത്തം കിട്ടുന്നില്ല. ലക്ഷദ്വീപ് ബീഫ്, ഈ ബീഫാണല്ലോ ഒരു വലിയ ഒരു സിമ്പൽ എല്ലാത്തിന്റെ. അവസാനം തപ്പി പോയപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മതേതരത്വത്തിന്റെ സിമ്പലാണ് ബീഫ്. ബീഫിന്റെ വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ചാണ് മതേതരത്വത്തിന്റെ തൂക്കം പറയുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സ്കൂൾ പാഠ്യപദ്ധതി കുറിച്ച് പഠിക്കുന്ന സമിതി, അപ്പൊ അവര് ഈ കുട്ടികളില് ഈ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അവർ പറഞ്ഞത് കുട്ടികൾക്ക് ഹെവി ഫുഡ് കൊടുത്താൽ, അതായത് ഈ നോൺ വെജ് ഇത് പറയുമ്പോൾ ശിവൻകുട്ടി കേൾക്കരുത് ഈ വാർത്ത, കാരണം അദ്ദേഹം ഇപ്പൊ ബിരിയാണി കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അപ്പം ആ ഒരു വിദഗ്ധ സമിതി പറഞ്ഞത് ഈ ഹെവി ഫുഡ്, അതായത് ഈ നോൺ വെജും ഒക്കെ കുട്ടികൾക്ക് ധാരാളം കൊടുത്തു കഴിഞ്ഞാലും ഇവർക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല, അവർക്ക് ഉറക്കം ഉണ്ടാകും. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് മുട്ടയും മീനും കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഇറച്ചിക്ക് പകരം ഈ ചിക്കനും മറ്റും കൊടുക്കുന്നതിന് പകരം മുട്ടയും മീനും കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് അവർ ഇത് വെക്കുകയും അത് എല്ലായിടത്തും ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ്
ലക്ഷദ്വീപിലും. കാരണം അതും കേന്ദ്ര ഭരണത്തിന് കീഴിലുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതാണ്. അവർക്കപ്പോ ഈ ഉത്തരവ് ആദ്യം നടപ്പാക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥലങ്ങളിലായിരിക്കുമല്ലോ. അതിനുശേഷമാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അത് നടപ്പാക്കാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അത്. അതായത് ഒരു വാർത്ത വരികയും അതിനെ വളച്ചൊടിക്കുകയും കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ ക്യാമ്പയിൻ മുൻപോട്ട് പോയത്. പക്ഷെ ഇന്ന് ആ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ വളരെ കുറച്ചുകൂടി സ്പീഡായിരിക്കുന്നു, വ്യാപകമായിരിക്കുന്നു. ഇത് അവിടുത്തെ ചെറിയ സൂക്ഷ്മമായ ചലനങ്ങൾ പോലും ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം കൂടി എത്തിയിരിക്കുന്നു. ഇവിടെയാണ് വീണ്ടും ഒരു രണ്ടാം സേവ് ലക്ഷദ്വീപ് ഫോറം. ഇത് ഒരുപക്ഷെ ഈ ഇലക്ഷനൊക്കെ അടുത്ത് വരുന്ന കേരളത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയമാക്കി കത്തി നിർത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഭീതി ജനിപ്പിച്ച് വോട്ട് നേടാൻ വേണ്ടിയിട്ട് ഇടതും വലതും ഇത് ഉപയോഗിക്കും. ഒപ്പം തന്നെ അല്പം മങ്ങിപ്പോയ SDPI ഒരു ഉണർവിന് ഇത് ഉപയോഗിക്കും. പൊതുവെ ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ടാറ്റയ്ക്കെതിരെയും സമരം ചെയ്ത് ക്ഷീണിച്ച ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് പുതിയൊരു ഉണർവ് നൽകും. പിന്നെ ചില സിനിമാ താരങ്ങൾ, ഇനി വലുതായിട്ടൊന്നും സിനിമാ താരങ്ങൾ വരാൻ സാധ്യതകളില്ല. അന്ന് സമരരംഗത്ത് മുൻപന്തിയിൽ നിന്ന സിനിമാ താരങ്ങളൊന്നും ഈ സമരത്തിന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി പുതിയതായിട്ട് ഏതെങ്കിലും ആൾക്കാരെങ്കിലും വന്നെങ്കിലേ ഉള്ളൂ. അതായത് അതായത് ഈ ലക്ഷദ്വീപ് വഴി എത്തുന്ന ഹെറോയിന്റെയോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വാധീനമുള്ള ഏതെങ്കിലും നടന്മാരോ നടിമാരോ വന്നെങ്കിലേ ഉള്ളൂ. സാധ്യതകൾ വളരെ കുറവാണ്. വരാതിരിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പേര് കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും എന്നല്ലാതെ ഒരു ചുക്കും നടക്കില്ല. അവിടെ എന്തായാലും ഇപ്പൊ കേന്ദ്ര സർക്കാർ അതിന്റെ പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, അവിടെ ജനങ്ങൾക്ക് സ്ഥിരമായി താമസിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല. രണ്ട്, അവിടെ സ്ഥിരമായി കൃഷിയോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. രണ്ട് കാര്യങ്ങളുണ്ട്. മൂന്നാമത്തേത്, ഇപ്പൊ അവിടെ പഠനം നടത്തിക്കൊണ്ടുവന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്തേക്ക് കൊണ്ടുവന്ന ഒരു സൈന്യത്തിന്റെ വലിയ താവളമൊന്നും എന്തായാലും ഈ 0.1 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ഒരു സർക്കാർക്കും സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു റഡാർ സംവിധാനം, ഇന്ത്യൻ നേവിയുടെയും BSFന്റെ ഒരു വലിയ റഡാർ സംവിധാനം കാരണം ആ നിർണായക പ്രദേശത്ത് സ്ഥാപിക്കാനായി പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അവിടെ നിന്നുള്ള ഈ 150 കുടുംബങ്ങളെ ആണ് ഇതിനു മുമ്പ് അവിടെ ഈ ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോൾ 1945 ശേഷമാണ് അവിടെ 1-2 കുടുംബങ്ങൾ വരികയും പിന്നീട് അത് 150 കുടുംബങ്ങളായി മാറുകയും ചെയ്തത്. അതിനു മുമ്പ് അവിടെ ആൾത്താമസം പോലും ഇല്ല. ഇപ്പോഴും ലക്ഷദ്വീപിന്റെ പല ഭാഗത്തും ആൾത്താമസമില്ലാത്ത ദ്വീപുകളുണ്ട്. ഈ ദ്വീപുകളൊക്കെയാണ് വിധ്വംസക പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതെന്ന് മുൻകാലങ്ങളിൽ റിപ്പോർട്ട് വന്നതും ഈ മയക്കുമരുന്നുകൾ ഉൾപ്പെടെ ഇവിടേക്കാണ് കടത്തുന്നതെന്നുള്ള റിപ്പോർട്ടുകൾ വന്നതും. ഈ ഒരു സാഹചര്യത്തിൽ ഈ സമരത്തിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ടാകുമെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് കുറച്ച് ദിവസത്തേക്ക് വാർത്തയുടെ തലക്കെട്ടായി മാറും. പിന്നെ ഉറങ്ങിക്കിടക്കുന്നവർക്കും ചത്തുകിടക്കുന്നവർക്കും എഴുന്നേറ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് തള്ളാൻ ഒരു വിഷയമായി മാറും. ഇപ്പൊ തന്നെ നല്ല ഡിസൈനിലാണ് അവരുടെ സേവ് ബഥ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ടാഗ് ലൈൻ തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും നമുക്കിത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും അധിക ദിവസമൊന്നും നമുക്കിത് ചർച്ചയ്ക്ക് വെക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള പാർട്ടികളുടെ ഒരു ഗതികേട് കൂടെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഇലക്ഷൻ എടുക്കാറാകുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ന്യൂനപക്ഷ പ്രകടനം നടത്തി വോട്ട് പിടിക്കുക എന്നുള്ളത് കേരളത്തിലൊരു ലക്ഷദ്വീപ്, തമിഴ്നാട്ടിനൊരു കച്ചദ്വീപ്. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് യാതൊരുവിധ ഭരണ നേട്ടങ്ങളും ഉയർത്തി കാണിക്കാനില്ലാത്തത് കൊണ്ട് ആ കൂടെയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്ക് മനസ്സിലാക്കില്ല അവർ. കാരണം അവരും ഈ ജാതി മതം എന്നിങ്ങനെയുള്ള ഈ കൺവെൻഷണലായിട്ടുള്ള ആ ഒരു കെട്ടുപാടുകളിൽ കിടക്കുകയാണെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഇത് തഴച്ചു വളരുന്നത്. പിന്നെ എന്തെങ്കിലും കേരളത്തിലെ അടക്കം എന്തെങ്കിലും ഒരു വികസന നേട്ടം പറയാനുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് അതിന്റെ കേന്ദ്രത്തിന്റെ ഒരു ടച്ച് കൂടെ കാണോ വികസനത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് അതും എടുത്ത് പറയാൻ പറ്റത്തില്ല. അവസാനം ആ മൊത്തത്തിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് പുറത്താവും, മൊത്തത്തിൽ ആ ഒരു കള്ളി വെളിച്ചത്താവും. അതുകൊണ്ട് അതും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ കോൺട്രവേഴ്സീസ് ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇലക്ഷൻ എടുക്കുമ്പോൾ ഭാരതാംബ, ലക്ഷദ്വീപ്, പാദപൂജ എന്നങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.